അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സെയ്ദ് അലവി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് കണ്ടില്ല ഞാൻ നിൽക്കുന്നത് വെറും 33 ലക്ഷം റുപ്യക്കുള്ള മുതലാണ് കാണിച്ചിട്ട് ആട്ടയാറ് സാധനം നിൽക്കണമെങ്കിൽ 33 ലക്ഷം റുപ്യക്ക് ഒറ്റപ്പാലം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നല്ലൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല എന്നറിയപ്പെടുന്നതാണിത്. ടൗണിൽ കൂടി എത്ര ദൂരം എന്നറിയോ? നോക്കിയാൽ ദൂരം പോയാൽ വണ്ടി ഓടിയാൽ 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്ററിൽ എന്തൊക്കെ ഒറ്റപ്പാലം ടൗണിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. റെയിൽവേ സ്റ്റേഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെ അവിടെ റെഡിയാ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ വിശദ വിവരങ്ങൾ വെറും 33 ലക്ഷം ഉള്ളൂല്ലേ. നല്ല അടിച്ചാൽ പൊളി ഫ്ലാറ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇൻഷാല്ലാ അതൊക്കെ ഷെയർ ചെയ്തോളൂ. കണ്ട ഉടനെ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ലീവിന് വെക്കേഷനൊക്കെ വരുമ്പോൾ ഒന്ന് വന്ന് കുട്ടികളുമായിട്ട് താമസിക്കുക. കാരണം ഒറ്റപ്പാലത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ ഞാൻ വഴികെ പറഞ്ഞു തരാം. കാരണം വെള്ളുവനാടിൻ്റെ ഹൃദയഭാഗത്താണ് വെള്ളുവനാടൻ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വെറും 33 ലക്ഷം 3 വട്ടം ഇൻഷാല്ലാ കണ്ടതിന് ശേഷം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇതാണ് ഒറ്റപ്പാലം ടൗണ്. ഈ ടൗണിൻ്റെ ഒരറ്റം മുതൽ ഒരറ്റം വരെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. വാഹനത്തിൽ ഇരുന്നും കൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. വൈകുന്നേരം സമയമാണ്. നമ്മുടെ ചെമ്മന്നൂർ ജ്വല്ലറിയുടെ ബോർഡാണ് കാണുന്നത്. അതുപോലെ കവിതാ ജ്വല്ലറി അതിൻ്റെ തൊട്ടപ്പുറത്തും 2 എണ്ണം അല്ലേ. പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം. ഇത് ഒറ്റപ്പാലം ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് വരുന്ന റോഡ്. ആ 3ഉം കൂടി ജംഗ്ഷനിലാണ് ചെമ്മന്നൂർ ജ്വല്ലറി. ഇനി ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്, ബസ് സ്റ്റാൻഡിലേക്ക്. വലത്തോട്ട് തിരിഞ്ഞു പോയാൽ ബസ് സ്റ്റാൻഡ്, അവിടുന്ന് ഇടത്തോട്ട് പോയി തിരിഞ്ഞാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അതല്ലേ. ശോഭ ജ്വല്ലറി, ഈ കാണുന്നത് ശോഭ ജ്വല്ലറി. ഇതാണ് പാലക്കാട് പൊന്നാനി ഹൈവേ, ഒറ്റപ്പാലം റോഡ്, ഒറ്റപ്പാലം ടൗണ്. കാണണം ശോഭ ജ്വല്ലറി ഹബീബിങ്ങളെ കേട്ടോ. നമ്മൾ ഇത്രയും സ്ഥലം കാണിച്ചു തരുന്നത് എന്തിനറിയോ? ഇത് അങ്ങനത്തെ ഒരു മുതലാണ്. കണ്ടില്ലേ, നല്ല ടൗണിൽ വെച്ചിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള നാടാണ് ഒറ്റപ്പാലം. വെള്ളുവനാട് എന്നറിയപ്പെടുന്ന സ്ഥലം. ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾ നടന്ന നാടാണ്. അതുപോലെ മനകളുണ്ട്, എക്കോ ടൂറിസം ഉണ്ട്, മായന്നൂർ പാലമുണ്ട്, ഭാരതപ്പുഴയുണ്ട്, ഒരുപാട് സിനിമാ തിയേറ്ററുകളുണ്ട്. അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ഒന്നുണ്ട് ഒന്നില്ല എന്നില്ല. കണ്ടില്ലേ, ഇതാണ് കവിതാ ജ്വല്ലറി. കാണണം ഹബീബിങ്ങളെ, കവിതാ ജ്വല്ലറി ഡയമണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് കവിതാ ജ്വല്ലറി വലുതൊന്നുണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡ് കേട്ടോ. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗമാണ്. ഈ ബസ് പോകുന്നത് കണ്ടില്ലേ, ബസ് സ്റ്റാൻഡിലേക്കാണ്. ഹബീബികൾ കാണണം കേട്ടോ. പാലക്കാട് ഭാഗത്തു നിന്ന് ആലത്തൂർ തൃശ്ശൂർ ബസ്സാണ് ഇതൊക്കെ കേട്ടോ. ഇതാണ് കവിതാ ജ്വല്ലറി. വേറൊന്ന് ഡയമണ്ടിൻ്റെ. അങ്ങനെ നീണ്ടു കിടക്കുന്ന ടൗണാണ്. അപ്പോൾ ഇനി നമ്മൾ കാണിച്ചു തരുന്നില്ല, കാരണം ഒരുപാട് സമയമായി. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത്രയും വലിയൊരു ടൗണാണിത്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിൽ പോകാം. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, നല്ല വീതിയുള്ള റോഡ്, എല്ലാ വാഹനത്തിനും വരാൻ സാധിക്കുന്ന നല്ല അതിമനോഹരമായ റോഡ്, നല്ല കട്ട വിരിച്ചിട്ട് ഒറ്റപ്പാലം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് നിറയെ നല്ല VIP ഫ്ലാറ്റുകളുള്ള ഏരിയ കേട്ടോ. പ്രിയപ്പെട്ട സഹോദരന്മാർ കാണണം, ഹബീബിങ്ങൾ കാണണം കേട്ടോ. നല്ല ഒരു അടുപ്പതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ നമുക്ക് മൊത്തം 6 ഫ്ലാറ്റാണ്, 6 എണ്ണം. 6ൽ ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മൾ വിൽക്കാൻ പോകുന്നത്. ബാക്കിയുള്ളതൊന്നും വിൽക്കണില്ല പറഞ്ഞു കേട്ടോ. അധികം പഴക്കമല്ല, ഇപ്പോൾ അടുത്തുണ്ടാക്കിയ ഫ്ലാറ്റ്, അധികം വഴക്കമില്ലാത്ത. ഇൻഷാല്ലാ അതിൻ്റെ പഴക്കമോ കാര്യങ്ങളൊക്കെ നമുക്കതിൻ്റെ പേപ്പറൊക്കെ നോക്കാം ഇൻഷാല്ലാ. ഇതല്ലേ 1208 സ്ക്വയർ ഫീറ്റ് കേട്ടോ. അപ്പോൾ അതങ്ങനെ മനോഹരമായ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച്, മാവൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല അതിമനോഹരമായ ഭംഗിയിൽ തന്നെയാണ് ഈ ഫ്ലാറ്റ്. ഏവർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രൂപം. പിന്നെ ഒറ്റപ്പാലത്തെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ്, ഒറ്റപ്പാലം ടൗണിൻ്റെ അടുത്തുള്ള ഫ്ലാറ്റാണ് കാണുന്നത്. ഒറ്റപ്പാലത്തെ പറ്റി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് അവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, അതിൻ്റെ തൊട്ടപ്പുറത്ത് കോടതി ഉണ്ട്, അതിൻ്റെ കുറേ അപ്പുറത്ത് വക്കീലുമാർ ഇങ്ങനെ അണിനിരന്നിരിക്കുന്ന സ്ഥലം. എത്രയോ വക്കീലുമാർ നമുക്ക് എണ്ണിയാൽ പറയാൻ സാധിക്കില്ല, അത്രയും വക്കീലുമാരുള്ള സ്ഥലം. അതുപോലെ തന്നെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും ഇനി ഒന്നില്ല എന്നില്ല. വില്ലേജുണ്ട് കേട്ടോ, ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അങ്ങനെ. അതുപോലെ തന്നെ ഒറ്റപ്പാലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതുപോലെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഇവിടുന്ന് പറഞ്ഞാൽ ഒന്ന് വെള്ളുവനാട് ഹോസ്പിറ്റൽ, ശാവിന്തയുടെ ഹോസ്പിറ്റൽ, ഏഴുമുറി ഹോസ്പിറ്റൽ. അതുപോലെ തന്നെ നമുക്ക് വേറെയും ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട്, ചെറും വലുതുമായ ക്ലിനിക്കുകൾ ഒരുപാടുണ്ട്. അങ്ങനത്തെയൊക്കെ അതിൻ്റെ പരിസരത്താണ്, നമ്മുടെ ടൗണിലാണ് നമുക്കിന്ന് കൊടുക്കാനുള്ള ഫ്ലാറ്റ്. ഒരു വാഹനം നിർത്താൻ പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലം നമുക്കുണ്ട്. ഈ ഫ്ലാറ്റിന് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് 2 വാഹനമൊക്കെ നിർത്താം. പക്ഷെ ഒന്ന് നമുക്ക് ഫ്ലാറ്റിൽ നമുക്ക് നമ്മുടെ രേഖാപ്രകാരം ഒരു വാഹനം നിർത്താനുള്ള പാർക്കിങ്ങുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ മാസത്തിൽ
ഒരു 500 റുപ്യ ചിലവുണ്ട് ഈ ഫ്ലാറ്റ് വാങ്ങുന്ന ആളുകൾക്ക്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോയിടുന്നത് അതിലേക്ക് മാസം ഒരു 500 റുപ്യ കൊടുക്കണം കേട്ടോ. കാരണം നമുക്ക് വേസ്റ്റ് സാധനങ്ങളൊക്കെ കൊണ്ടാണല്ലേ, അതിലൊരു 500 റുപ്യ ചിലവുണ്ട്, അല്ലാതെ യാതൊരു ചിലവ് ഇതിലില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇവിടെ ഫ്ലാറ്റ് ഇത് വെറുതെ എടുത്തിട്ട് വാടകയ്ക്ക് കൊടുത്താൽ മതി. ഒരു 20,000 25,000 റുപ്യ വാടക കിട്ടും. കാരണം എന്താ പറയുക, ഇവിടെ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വലിയ വലിയ ഓഫീസർമാർ ഒക്കെ താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഒരു 20 റുപ്യ 25 റുപ്യ നമുക്ക് വാടക മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാനുള്ള ഫ്ലാറ്റ് ഏതാണെന്ന് നിങ്ങൾ ആകെ അന്താളിച്ച് നിൽക്കുകയായിരിക്കും. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് കേട്ടോ. നമുക്ക് കാണാനും നമുക്ക് വിൽക്കാനും ഉള്ള ഫ്ലാറ്റ് ഇതാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം, കാരണം എന്താ പറയുക, 1208 സ്ക്വയർ ഫീറ്റാണ് ഇതിലുള്ളത്. പേപ്പേഴ്സൊക്കെ വളരെ ക്ലിയറാണ്. ലോണ് വേണോ, ലോൺ നിങ്ങൾക്ക് കിട്ടും. കാരണം എന്താണെന്ന് അറിയോ, ഇന്നത്തെ മുതലിലൊക്കെ നല്ലോണം ലോൺ കൊടുക്കണതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇത് മേടിച്ചോളി. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ഓഫീസർമാർക്ക് മേടിക്കാൻ പറ്റിയതാണ്. ഒരുപാട് ജോലിക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഫ്ലാറ്റിലേക്ക് ഒന്ന് കിടക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗി, നല്ലൊരു രസം. എന്താ ഹബീബികളെ, കണ്ടില്ലേ, ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ സ്പേസ്. ഇതോ കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന നല്ല ഭംഗിയിൽ. എന്താണ് ചന്തം കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്കുള്ള, നമ്മുടെ റൂമിലേക്കുള്ള ഡോറ് കിടക്കാൻ പോകുക അവർ. അപ്പോൾ ഈ ഡോറൊന്ന് കാണിച്ചു കൊടുത്താൽ, ഈ ഡോറ് കാണിച്ചു കൊടുക്കുക, ജനൽ കാണിച്ചു കൊടുക്കുക, കാണട്ടെ ജനങ്ങൾ. അതിമനോഹരമായ ഫ്ലാറ്റ് 33 ലക്ഷം കേട്ടോ. എവിടെയും കിട്ടില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അതിമനോഹരമായ വലിയൊരു ഹാള് കേട്ടോ. എൽ ഷേപ്പ് മോഡലിലാണ് ഹാള്. കുട്ടികൾക്ക് പന്ത് കളിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഇത് നല്ലൊരു സിറ്റിംഗ് ഹാള്. ഇത്രയും വലിയൊരു സിറ്റിംഗ് ഹാള് കാണുന്ന ഹബീബികളെ, എത്രയാണ് ഇതിൻ്റെ വലിപ്പമെന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. നല്ല ടൈൽസ് ഇട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട്, നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ഭംഗി ഇതിലും വില വേണ്ടത്. വന്ന് പാർക്കുന്ന പാർട്ടിക്ക് 1 രൂപ പോലും ചിലവാക്കേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്കിവിടെ താമസം തുടങ്ങാം. അപ്പോൾ ഈ വലിയതിൽ നിന്ന് നമ്മൾ എവിടേക്കായിരിക്കും കിടക്കാൻ പോകുന്നത്? ബെഡ്റൂമിലേക്കാണ്. ഇതാണൊരു ബെഡ്റൂം. അതോ എങ്ങനത്തെ ബെഡ്റൂം എന്നറിയോ? ഈ ബെഡ്റൂമിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് മാസ്റ്റർ ബെഡ്റൂം അല്ലേ ഹബീബികൾ, കാണണം മാസ്റ്റർ ബെഡ്റൂം. 2, 4, 6, 8, 10, 12, 10, 15 അടി. 10-15 അടിയാണ് കാണുന്നതിൽ കേട്ടോ. ഒരു 15, 15, 16 കാണുന്നു, 15 കാണുന്നുണ്ട്. നല്ല വലിപ്പമുള്ള മാസ്റ്റർ ബെഡ്റൂം മുകളിൽ കാണിച്ചു കൊടുക്കുക. നല്ല ഭംഗിയോട് കൂടിയിട്ട് റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണിത് കേട്ടോ. അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഈ ബാത്റൂം. ഒന്ന് കാണിച്ചു കൊടുക്കുക. യൂറോപ്യൻ ക്ലോസറ്റ് ഇട്ടുള്ള നല്ല അടിച്ചാപൊളി ബാത്റൂം. അല്ല, അതിമനോഹരമായ കളറടിച്ച, പെയിൻ്റ് അടിച്ച കേട്ടോ, ടൈൽസൊക്കെ ഇട്ട് നല്ല വൃത്തിയിലുള്ളത്. അതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മുടെ ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ പ്രവേശിച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമതൊരു ബെഡ്റൂമുണ്ട്. അത് ഈ അറ്റത്താണ് കേട്ടോ. അവർ രണ്ടറ്റത്താണ് ബെഡ്റൂം. ഹബീബിങ്ങൾ കാണണം. ഇത് നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഹാളിലാണ്. ഈ ഹാളിൽ നിന്ന് കോമൺ ബാത്റൂം, അലക്കാനുള്ള കല്ല് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ബെഡ്റൂം, അതും വലിയൊരു ബെഡ്റൂം തന്നെയാണ്. ഇതും മാസ്റ്റർ ബെഡ്റൂമാണ്. ഹബീബികൾ കാണണം, മാസ്റ്റർ ബെഡ്റൂം. മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റപ്പാലം ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും ഉള്ളതാണ്. മാത്രമല്ല കൊല്ലം, തിരുവനന്തപുരം, മറ്റു ജില്ലകളിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. താമസിക്കാൻ വീട് വാടകയ്ക്ക് മേടിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീട് വാങ്ങുന്നവരുണ്ട്. 7, 8, 10 വർഷം കഴിഞ്ഞിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്, അതൊന്ന് വിറ്റ് തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വിൽക്കാനും സഹായിക്കുന്ന നല്ലൊരു മുതലാണിത്. കാരണം എന്താ വെച്ചാൽ ഒറ്റപ്പാലം ടൗണിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ടൗണിനെ പറ്റി ഒന്നും നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. കവിതാ ജ്വല്ലറി 2 എണ്ണം ഉണ്ട്, മനസ്സിലായില്ലേ? അതുപോലെ ഒരുപാട് ജ്വല്ലറികളുണ്ട്, ഒന്നിന് കുറവില്ല. വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളുണ്ട്, വലിയ വലിയ മാളുകളുണ്ട്. പിന്നെ ഒറ്റപ്പാലത്തെ പറ്റി വിശദീകരിച്ച് തരാം നിങ്ങൾക്ക്. നമ്മുടെ മന ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് സിനിമ ഷൂട്ടിംഗ് നടന്ന മന ഉണ്ട്. ഞാൻ ഈ ഭാഗത്ത് വെച്ചാൽ ഇതാണ് അടുക്കള. ഈ അടുക്കളയിലേക്കൊന്ന് വരാം കേട്ടോ. സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള അടുക്കളയാണ്. ഇവിടെയാണ് സ്ത്രീകളുടെ വർക്ക്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ഈ അടുക്കളയോട് ചേർന്നിട്ട് സ്റ്റോർ റൂമോ എന്തായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ ഒരു സ്പേസ്, ഒരു വാഷ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹബീബികൾ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളായിട്ട് ഉപയോഗിക്കണോ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം.
അപ്പോൾ അത്രയും അലങ്കരിച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ള 1208 സ്ക്വയർ ഫീറ്റാണ് നമ്മുടെ പേപ്പറിൽ കണ്ടത്. പ്രിയപ്പെട്ട ഹബീബികൾ, കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും അപ്പം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് നമുക്ക് പുറമെന്ന് തന്നെ സംസാരിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ, ഇപ്പോൾ കണ്ട പ്രോപ്പർട്ടിയുടെ സ്കെച്ച് കാര്യങ്ങളൊക്കെയാണ്, ലൊക്കേഷൻ സ്കെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷൻ സ്കെച്ച് അങ്ങനെ വന്നിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോളിട്ടാ. അങ്ങനെ തന്നെ ഇതിൻ്റെ നികുതി ചീട്ട്, മറ്റുള്ള കാര്യങ്ങൾ, കൈവശ സർട്ടിഫിക്കറ്റ്, അങ്ങനെ എല്ലാ രേഖകളും ഇവിടെ ക്ലിയറാണ്, യാതൊരു സംശയമില്ല. 1206 സ്ക്വയർ ഫീറ്റാണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് ടാക്സ് വരുന്നതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഒരു വർഷത്തിൽ ആകെ വരുന്ന ടാക്സ് 1100 ചില്ലറ ഉറുപ്പ്യുള്ളൂ കേട്ടോ. 1200 ഉറുപ്പിയുടെ അടിയിലുള്ളൂ നമുക്ക് ടാക്സ്. 1200 ഉറുപ്പ്യുള്ളൂ ഒരു കൊല്ലത്തിന് ടാക്സ്. അപ്പോൾ അത് എവിടെയാണെന്ന് അറിയോ? ഒറ്റപ്പാലം ടൗണിലാണ്. മറ്റല്ല, നല്ല അടിപൊളി ഫ്ലാറ്റാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇതെല്ലാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കാര്യങ്ങൾ, പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി നിങ്ങൾക്ക് പർച്ചേസിംഗ് ലോണോ മറ്റോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുമായി സംസാരിച്ച് നമുക്ക് ബാങ്കിൽ നിന്ന് നമുക്ക് അങ്ങനെ ചെയ്തു തരാനുള്ള സംവിധാനം നമുക്കുണ്ട്. കാരണം ജോലിക്കാരാണെങ്കിൽ ചിലപ്പോൾ പർച്ചേസിംഗ് ലോൺ കൊണ്ടുവരും, ജോലിക്കാർക്കാണെങ്കിൽ പർച്ചേസിംഗ് ലോൺ പെട്ടെന്ന് നമുക്ക് പാസ്സായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുള്ള സംവിധാനം കൂടി ഞങ്ങൾ ചെയ്തു തരാം. അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും വരാൻ ബാങ്കിലേക്കും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അവർ ജോലിക്കാരായതുകൊണ്ട് അതിൻ്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നീക്കാൻ നമ്മൾ ഓഫീസിൽ നിന്ന്, ബിസ്മി റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ നിന്ന് ആളെ വിടും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ICICI ബാങ്കിൽ നിന്നോ, ഫെഡറൽ ബാങ്കിൽ നിന്നോ, സ്റ്റേറ്റ് ബാങ്കിൽ നിന്നോ, ഏത് ബാങ്കിൽ നിന്നാണെങ്കിലും ജോലിയുള്ളവർക്ക് ഇത് പാസ്സായി കിട്ടാൻ സമയം വേണ്ട, അതും കൂടെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ പർച്ചേസിംഗ് ലോൺ എടുക്കാം. കാരണം ഡൽഹി, ബോംബെ, പൂനെ തുടങ്ങി ബാംഗ്ലൂർ, മദ്രാസിൽ നിന്ന് തുടങ്ങി നാട്ടിൽ വന്നിട്ട് സെറ്റിലാവുന്ന ടീമുണ്ടാവും. അവർക്കൊക്കെ അനുയോജ്യമായതാണ് ടൗണിൽ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യം കൂടി പറയാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കണ്ടു അല്ലേ? ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം ടൗണിലാണ്, ടൗണിൻ്റെ പരിസരത്താണ്. നമുക്ക് ഇതിലേക്ക് 2 വഴി കൂടെ വരാം. ഷൊർണൂർ റോഡിൽ നിന്ന് വന്നിട്ട് ഇങ്ങോട്ട് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാലും, അതല്ലെങ്കിൽ ചെർപ്പുളശ്ശേരി റോഡിൽ നമുക്ക് സ്കൂളിൻ്റെ മുന്നിൽ കൂടെ ലെഫ്റ്റിലെ റോഡിന് വന്നാലും ഇവിടേക്ക് എത്തിപ്പെടാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു, ടൗൺ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഒറ്റപ്പാലം ടൗണിൻ്റെ ഒരു പകുതി അറ്റം വരെ നിങ്ങൾക്ക് ഞാൻ വണ്ടിയിലിരുന്നിട്ടാണ് കാണിച്ചു തന്നു അല്ലേ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഇത് എന്താണെന്ന് ചോദിച്ചാൽ അടിപൊളി മുതലാണ്. അപ്പോൾ ലേസം ഇത് വരാനും പോലെ എല്ലാവർക്കും സ്വന്തമായിട്ട് വേറെ വീടുണ്ട്, അതുകൊണ്ടാണ് വിൽക്കുന്നത്. ഒറ്റപ്പാലത്ത് തന്നെ വേറെ വീടുണ്ട്. അപ്പോൾ ഇതൊന്നും ആർക്കെങ്കിലും വിറ്റോ എന്ന് പറഞ്ഞു എന്നോട് ആദ്യമൊക്കെ പറഞ്ഞ വലിയ റേറ്റാണ്. അതിപ്പോൾ വരുമ്പോൾ നമ്മൾ പറയുന്നില്ല. കാരണം എന്താ പറയുക, അവരിനോട് 40 രൂപ ആവശ്യപ്പെട്ടു. പക്ഷേ നമ്മൾ സംസാരിച്ചിട്ട് 33 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചെന്തിനാണെന്നറിയോ? ഇത് കച്ചവടം നടക്കണം. കച്ചവടം നടക്കാൻ വേണ്ടിയിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവർ മേടിച്ചതാണ് ഇതേ റേറ്റ്. അവർ ലാഭത്തിനല്ല വിൽക്കുന്നത്. പക്ഷെ അവർക്ക് ലേശം പൈസ വേറെ റോളിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ടാണ് വിൽക്കുന്നത്. അപ്പോൾ ഒറ്റപ്പാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നു. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ നടന്ന നല്ല വെള്ളുവനാടൻ നാട്, നല്ല പ്രകൃതി ഭംഗിയുള്ള ഏരിയ. ഇവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടുത്ത് മായന്നൂർ പുഴ ഉണ്ട്, ഭാരതപ്പുഴ. മായന്നൂർ പാലം എന്ന് പറഞ്ഞാൽ നീണ്ട് കിടക്കാണ് ഒരു പാലം. ആ പാലത്തിന് മുകളിലൊക്കെ വൈകുന്നേരം ആയി ചെന്നാൽ ഭയങ്കര കാറ്റ് കൊള്ളാൻ ഒരുപാട് ജനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടന്ന മന കേട്ടോ, മന ഇവിടെ അടുത്താണ്. ഒക്കെ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇവിടെ ഒരുപാട് പാർക്കുണ്ട്. അതേപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് കണ്ടു പോയാൽ ഒരു എക്കോ ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, വില്ലേജ് ഉണ്ട്, മുനിസിപ്പാലിറ്റി ഉണ്ട്, എല്ലാ സംവിധാനമുണ്ട്. ഹോസ്പിറ്റലാണെങ്കിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ എല്ലാത്തിനും സൗകര്യമാണ്. ടൗണിലാണ്, ഞാൻ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഒരിക്കലുമില്ല. ഏതൊരു ഹബീബിങ്ങൾക്കും ഈ പൈസ മുടക്കിയിട്ട് ഈ പ്രോപ്പർട്ടി വാങ്ങാം. ഇത് ഇനി വലിയ നെഗോഷ്യബിൾ അല്ല. പിന്നെ രണ്ടാമത് വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൻ്റെ ഓണറെ അവരെ നമ്പറാണ് കൊടുക്കുന്നത്. അവർക്ക് ചിലപ്പോൾ എപ്പോഴും ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ഗവൺമെൻറ് ജോലിക്കാരും മറ്റുള്ളവരൊക്കെ. അപ്പോൾ വൈകുന്നേരം ടൈമിലൊക്കെ വിളിച്ചു കഴിഞ്ഞാലാണ് അവരൊന്ന് സംസാരിക്കാൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക. അപ്പോൾ കുറച്ച് സമയം ഞാൻ അവരുടെ നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറും എൻ്റെ ഓഫീസ് നമ്പറും കാര്യങ്ങളും വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് വിളിക്കാതിരിക്കേണ്ട. തീർച്ചയായിട്ടും എന്നെയും എൻ്റെ ഓഫീസ് നമ്പറും നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, അതുപോലെ തന്നെ വാങ്ങുന്ന ആൾ തരേണ്ടത് നമുക്ക് ഒരൊറ്റ ശതമാനം കമ്മീഷനാണ് കേട്ടോ. ഒരേ 1% കമ്മീഷനാണ്. അപ്പോൾ ഇതൊരു ജോലിക്കാരുടെ വീടാണ്. ഫോണ് ചിലപ്പോൾ വൈകുന്നേര സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഹബീബിങ്ങളോട് ഇനി ഒറ്റപ്പാലത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോ, കാരണം എന്താ, ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഫ്ലാറ്റ് സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഒരു വിലക്ക് കിട്ടില്ല. തീർച്ചയായിട്ടും 100% കിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഈ ഫ്ലാറ്റിലുണ്ട്, അങ്ങനെ എല്ലാ സൗകര്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹേസ്സലാമ.